ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നലത്തെ കാര്യത്തിൻ്റെ ബാക്കി തുടർച്ചയെന്നോണമാണ് ഞാൻ പറയാൻ വരുന്നത്. ഒരുപാട് വീഡിയോസ് അനീഷേട്ടനെ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ഒരു ആവശ്യകത എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇതിനെക്കുറിച്ചും ഇന്നലത്തെ ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ഉള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അല്ല. ആദ്യം മനസ്സിലാക്കുക, ഇതൊരു കോമഡി സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അല്ല, ഇതൊരു റിയാലിറ്റി ഷോയാണ്. ഈ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ പല രീതിയിൽ താമസിക്കുന്ന ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ 100 ദിവസത്തെ അവരുടെ ജീവിതമാണ് ഇവിടെ റിയാലിറ്റി ഷോ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോമഡി പ്രോഗ്രാമിൽ കാണിച്ച കണക്കുള്ള കളികളല്ല ഇവിടെ വേണ്ടത്. ഒരു മനുഷ്യൻ്റെ ഇമോഷൻസ് ആണ് പ്രധാനം. ആ ഇമോഷൻസിനകത്ത് കരച്ചിലുണ്ടാവാം, ചിരിയുണ്ടാവാം. ഇതൊന്നും ആരും അഭിനയിച്ചുണ്ടാക്കുന്നതല്ല. ചിലപ്പോൾ 10-20 ദിവസമൊക്കെ ആൾക്കാർ അഭിനയിച്ചുണ്ടാകും. പക്ഷേ ഫുള്ളി അഭിനയിച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ട് എന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും ഇപ്പോൾ തോന്നിപ്പോവുകയാണ്. ഈ 90 ദിവസമാകുന്നതിന് ആദ്യം എല്ലാ ദിവസങ്ങളും അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എനിക്കിഷ്ടമാണ്, ഇല്ലായ്മയൊന്നുമില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഡ്രാമയാണ്, അനുമോൾ ഫേക്കാണ്, അനുമോൾ ഡ്രാമ കളിക്കുന്ന ആളാണ്, അനുമോൾ പറയുന്നതെല്ലാം ഡ്രാമയാണ്, ഫുൾ അഭിനയിച്ച് നിൽക്കുന്ന ആളാണ് എന്ന് പറയുമ്പോഴും നമ്മളതിനെ ശക്തിയുക്തം എതിർത്തതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ അനുമോൾ പല കാര്യങ്ങളും ഡ്രാമ തന്നെയാണ് കാണിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു തമാശയാണ്, അനുമോൾക്കെല്ലാം ഒരു തമാശയായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ 90 ദിവസം ആയപ്പോഴാണ്. അത് അനുമോളുടെ വാക്കിൽ നിന്ന് തന്നെയാണ്. അനുമോളുടെ ഒരു വാക്ക് കടമെടുത്ത് കഴിഞ്ഞാൽ അനുമോൾ നിവിനെ പറഞ്ഞ ഒരു വാക്കുണ്ട്, നമ്മൾ അടി കൊടുത്ത് വളർത്താത്തതിൻ്റെയാണ്, അച്ഛനും അമ്മയും അടി കൊടുത്ത് വളർത്താത്തതിൻ്റെ ആണെന്ന് നിവിനെ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് വിഷമത്തോടു കൂടി തന്നെ പറയേണ്ടി വരുവാണ്. വീട്ടുകാർ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ പ്രത്യേകിച്ചും ആൾക്കാരോട് തമാശ കാണിക്കുമ്പോൾ ആ തമാശ ഇമോഷൻസ് വെച്ച് കാണിക്കാതിരിക്കാൻ എങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്മനസ് ഇനിയെങ്കിലും പാരൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ആരാണ് മെൻറ്റർ എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുക. കാരണം 30-31 വയസ്സായിട്ടും ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവുന്നില്ല. മനുഷ്യൻ്റെ ഇമോഷൻസ് വെച്ച് കളിക്കാനാണ് ആഗ്രഹമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ആ കുട്ടിനെക്കുറിച്ച്. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് പറയുക, എനിക്ക് പറയാൻ വിഷമമാണ്. ഇന്നലെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടു ഒരാളിനെ ഡീഗ്രേഡ് ചെയ്യുന്നത്. ആ വ്യക്തി എന്താണ് പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്, ലാലേട്ടൻ കല്യാണം കഴിപ്പിക്കാനായിട്ടുള്ള ശ്രമവും, ലാലേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. കാരണം ലാലേട്ടൻ നോക്കുമ്പോൾ ഇത്രയും ജെനുവിനായിട്ടുള്ള ഇത്രയും പ്യുവറായിട്ടുള്ളൊരു സോളുള്ള ഒരു മനുഷ്യൻ വന്ന് വിവാഹം കഴിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കിഷ്ടമാണ്, വിവാഹം കഴിക്കാം, നമുക്കെന്നാൽ വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ജെനുവിനായിട്ടുള്ള മറുപടി വിവാഹം കഴിക്കാമെന്നൊന്നും അല്ല പറയാൻ പറ്റുക. എനിക്കിഷ്ടമാണ്, ഇഷ്ടമാണ്, നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അതവിടെ ചാപ്റ്റർ ക്ലോസ്ഡ് ആയിരുന്നു. ഇതൊരുമാതിരി ചിരിച്ചു കുണുങ്ങി നാണം കുണുങ്ങി ഭയങ്കര ഷോപ്പ് കാണിച്ച് പിന്നെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ പറയുകയാണ്. ഇത് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ കുഞ്ഞു കുട്ടികൾ പോലും ഇത് കേൾക്കാത്ത ഒരാളില്ല. അച്ഛന് മുട്ടുവേദനയാണെന്നും വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ പ്രാരാബ്ദവും ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്തതിൻ്റെ കടവും കൊച്ചിനെ സ്കൂളിൻ്റെ ഫീസ് അടയ്ക്കുന്നതും ഈ ചേച്ചിയുടെ മകനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഫീസ് അടയ്ക്കുന്നതും ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു 10-90 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് തന്നെ വീണ്ടും ഒരുത്തം വന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്. പിന്നെ ഒരാൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു തമാശ കാണിക്കുമ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ ഇമോഷൻസ് വെച്ചിട്ടല്ല തമാശ കാണിക്കുന്നത്. അങ്ങനെ തമാശ കാണിക്കാനുള്ള ഒരു കളിപ്പാട്ടമല്ല ഒരു വ്യക്തി, ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അല്ലേ? നമ്മൾക്കെല്ലാം വ്യക്തിത്വമുള്ള നമുക്കെല്ലാം സ്വന്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണ്. നമുക്കാരും നമ്മളെ തമാശ വെച്ച് കളിക്കാനൊന്നും അല്ല. നമ്മളൊരു നാടകം കളിക്കുമ്പോൾ ഒരു കഥാപാത്രമാവുകയാണ്, ക്യാരക്ടർ ആവുകയാണ്. അതിനകത്ത് ചിലപ്പോൾ അവർ പറയുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് ചെയ്യാം. നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അല്ല. അതാദ്യം മനസ്സിലാക്കുക. അനുമോളുടെ ചേച്ചി ആയാലും മറ്റുള്ളവരും പറയും ഇതൊരു തമാശയായിരിക്കും, അവളൊരു തമാശ കാണിച്ചത്. ഇത് തമാശയല്ല, ആദ്യം നിങ്ങളത് മനസ്സിലാക്കി. ഇതൊരു റിയാലിറ്റി ഷോയാണ്. ഇതിനകത്ത് ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുമല്ല. നമ്മൾ എപ്പോഴും ആണായാലും പെണ്ണായാലും മനുഷ്യൻ്റെ ഇമോഷൻസ് വെച്ച് ഒരിക്കലും തമാശ കാണിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇതെനിക്ക് ഒരു മെസ്സേജ് പോലെ സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ഒരു കാര്യമാണ്. കാരണം അനുമോളെ സംബന്ധിച്ചുള്ള അനുമോളും കൊച്ചുകുട്ടിയൊന്നുമല്ല തമാശ കാണിച്ച് ഓടി നടക്കാൻ. അനുമോൾ 30-31 വയസ്സായ ഒരു സ്ത്രീയാണ്. കാരണം 30 വയസ്സായപ്പോൾ എനിക്ക് 11 വയസ്സുള്ള മകനുണ്ട്. 11 വയസ്സുള്ള ഒരു മകൻ്റെ അമ്മയാണ് 31 വയസ്സിൽ ഞാൻ. അപ്പം നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയ്ക്ക് 1% പോലും ആ ചിന്തയുടെ വളർച്ചയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു അനുമോളെന്ന ഒരവസ്ഥയിലേക്ക് അവൾ വന്നില്ല. അനുമോളെന്ന് പറയുന്ന ആൾ വന്നില്ല എന്നുള്ളതിൻ്റെ സങ്കടം വെച്ചിട്ട് ഞാൻ പറയുകയാണ്.
പിന്നെ കോമഡി സ്റ്റാറിൽ പല പ്രോഗ്രാമിൽ അവർ ചെയ്തിട്ടുണ്ടാവും, അവർ ഇതേ കണക്ക് തമാശ കാണിച്ച് അഭിനയിച്ചിട്ടുണ്ടാവും. അത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും അറിയാം അതൊരു അഭിനയമാണ് എന്ന്. ജനങ്ങൾക്കാണ് അറിയാതെ പോയത്. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അറിയാതെ അയാളെ ജെനുവിനായിട്ടാണ് എന്ന് പിന്നെ ഉള്ള കാര്യങ്ങൾ കാണിച്ചു അവിടെ. ഷാനവാസ്ക പറയുന്നതല്ല, നമ്മൾ ലൈവിൽ പല പ്രാവശ്യം കണ്ടിട്ട് അതെനിക്ക് വെള്ളിയാഴ്ച നമ്മളെ കാണിക്കാത്ത ഒരു ദിവസമുണ്ട് ഇവർക്ക്, നമ്മളെ കാണാത്ത ലൈവ് ഇല്ലാത്ത ദിവസങ്ങളുണ്ട്. അവിടെ ഷാനവാസ്ക അത് പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ നിൻ്റെ ബിഹേവിയർ, നിൻ്റെ പെരുമാറ്റം അവനിൽ ഒരുപാട് പിന്നെ ഇഷ്ടം ചിലപ്പോൾ അവനങ്ങനെ തോന്നിയിരിക്കാം, കാരണം നീ അങ്ങനെയാണ്, നീ ഓവറായിരുന്നു. അപ്പോൾ പറയുന്നത് അത് ഷാനവാസ്കയും കൂടി നിങ്ങളല്ലേ പ്രോത്സാഹിപ്പിച്ചതെന്ന്. ആര് പ്രോത്സാഹിപ്പിച്ചാൽ ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ ആരാണ്? അയാൾ എല്ലാവരോടും ചിരിച്ച് കളിച്ച് കുണുങ്ങി നടന്ന് സ്ത്രീകളോട് ഭയങ്കരമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരാളല്ല. ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലായതുപോലെ അവിടെ ഹൗസിലുള്ളവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അയാളൊരു പ്യുവർ സോളാണ്, അയാളൊരു ജെനുവിനായിട്ടുള്ള റിയൽ പേഴ്സൺ ആണ്. അയാൾക്കൊരു ചിലപ്പോൾ അയാളെ പോലുള്ളൊരു വ്യക്തിയോട് ഇങ്ങനെ കാണിച്ചപ്പോൾ അമിതമായിട്ടുള്ള ഒരു പിന്നെ കെയറിങ് കാണിച്ചപ്പോൾ അയാൾക്ക് ഇഷ്ടം തോന്നി. പിന്നെ ഈ ഒരു ലാലേട്ടൻ അന്ന് ക്രഷിൻ്റെ കാര്യം പറഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അനുമോളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ നൂറ തന്നെ പറയുന്നുണ്ട്, നിനക്ക് അത് പറഞ്ഞതിന് ശേഷം ഭയങ്കര ഇളക്കമാണല്ലോ എന്ന്. അപ്പോൾ ഇളക്കമാണ്. പിന്നെ അതേപോലെ തന്നെ അയാളെ കെയർ ചെയ്യുന്നു, അങ്ങോട്ടൊരു പാല് കൊടുക്കുന്നു, പാല് കൊടുത്ത് കളിക്കുന്നു. പിന്നെ ഭർത്താവിനെ ഭാര്യ എന്താണ് വിളിക്കണം, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇച്ചായ എന്ന് വിളിക്കട്ടെ, ഇച്ചായ എന്ന് വിളിക്കുന്നു. പിന്നെ അനീഷേട്ട ഇങ്ങോട്ട് നോക്കുന്നു പറഞ്ഞ് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു, അയാൾ മാറി നടക്കുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം കാറിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ എന്തിനാണ് തല മസാജ് ചെയ്ത് കൊടുക്കുന്നു, നരച്ച മുടി പറിക്കുന്നു, മസാജ് ചെയ്ത് കൊടുക്കുന്നു, ഫോർ വാട്ട്? അവിടെ വേറെ പെൺപിള്ളേരില്ലേ, അവർക്കൊന്നും തോന്നാത്ത എന്തുകൊണ്ടാണ് അവർ ചെയ്യാഞ്ഞത്? അപ്പോൾ കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസിലേക്ക്, മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറുമ്പോൾ അവർ വിചാരിക്കുന്ന അവരോട് പ്രത്യേകതയുണ്ടെന്ന് തോന്നും അല്ലേ. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് എന്നെ ഒരാൾ കൂടുതൽ കെയർ ചെയ്യാൻ, ഞാൻ സിംഗിൾ ആണെങ്കിൽ എന്നെ കൂടുതൽ കെയർ ചെയ്യാനായിട്ട് വരുമ്പോൾ, ഞാൻ സിംഗിൾ ഒരു ഡിവോഴ്സ് ആണെങ്കിൽ എന്നെ വേറൊരു വ്യക്തി, പ്രത്യേകിച്ച് ഒരു പുരുഷൻ എന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ ഒരു കെയർ ചെയ്യാൻ വരുമ്പോൾ, അപ്പോൾ ഞാൻ കൂടുതൽ ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കും. അത് സ്വാഭാവികമാണ്, മനുഷ്യനല്ലേ. അപ്പോൾ മനുഷ്യനായാലും ഏതൊരു ജീവിയായാലും ജീവജാലങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതിനെന്താണ് തെറ്റ്? അതും മാക്സിമം ചെയ്തു എന്നാണ് പറയുന്നത്. മാക്സിമം പിന്നെ അയാളെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ. അതിന് മുമ്പാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഈ ഒരു ക്രഷ് എന്നുള്ള രീതി പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം ചോദിച്ചത് എന്താണ്? പ്രണയിക്കാൻ കളിച്ച് ചിരിച്ച് നടക്കാനല്ല. അനുമോളെ സംബന്ധിച്ചോളം അനുമോൾ ആഷ്പൂഷാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, കളിച്ച് ചിരിക്കുക. പിന്നെ അതെനിക്ക് പൊന്മുടിയിലേക്ക് വിളിക്കുന്നു, ബർത്ത്ഡേക്ക് വരണമെന്ന് പറയുന്നു, ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നു. എന്താണ് അനുമോൾക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. എനിക്ക് പിന്നെ റോസാപ്പൂവാണ് വേണ്ടതെന്ന് പറയുന്നു. അപ്പം റെഡ് റോസാപ്പൂ കൊണ്ടുവരാമെന്ന് പറയുന്നു. അപ്പോൾ അടുത്തിരുന്ന് നൂറ പറയുന്നു, എനിക്ക് തരില്ലേ റോസാപ്പൂ? അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, ഒരാൾക്കല്ലേ റോസാപ്പൂ കൊടുക്കാൻ പറ്റൂ, റോസാപ്പൂ ഒരാൾക്കല്ലേ, റെഡ് റോസാപ്പൂ ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റൂ, ഞാൻ വേറെ ഏതെങ്കിലും ഗിഫ്റ്റ് നൂറയ്ക്ക് കൊണ്ടുവരാം, നൂറയ്ക്ക് അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പോൾ അവർ അത് സന്തോഷിച്ച് ചിരിക്കുന്നു. ഇതൊക്കെ ഒരു തമാശയല്ല. ഇതൊക്കെ തമാശയാവണമെങ്കിൽ അതൊരു കോമഡി സ്റ്റാർ പോലെ സ്ക്രിപ്റ്റഡ് ആയിരിക്കണം. ഇത് 100 ദിവസം നിങ്ങൾ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. നേരത്തിൻ ഗതി അറിയാതെ അല്ലേ, അങ്ങനെയല്ലേ അത്? നേരത്തിൻ ഗതിയറിയാതെ പിന്നെ ഒന്നിച്ച് 100 ദിവസങ്ങൾ താണ്ടി നിങ്ങൾ ജീവിക്കണം. ഏകാന്തത താണ്ടി ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് അല്ലേ. പിന്നെ നേരത്തിൻ ഗതിയറിയാതെ അങ്ങനെ എന്തല്ലേ, അത് തന്നെ ആ ടൈറ്റിൽ സോങ്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ സോങ്ങിനെ വെച്ചിട്ടാണ് ഞാൻ ആരും അറിയാതെ, നിങ്ങൾ സമയം അറിയുന്നില്ല, ഫോണില്ല, ഒന്നുമില്ല, നിങ്ങൾ ഈ 100 ദിവസം നിങ്ങളുടെ എല്ലാ ഇമോഷൻസും പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു വീടാണത്. അവിടെ ആ ഇമോഷൻസ് പലതവണ പല രീതിയിൽ ബ്രേക്ക് ആവും. അപ്പോൾ ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരാളിനോട് അങ്ങോട്ട് ചെന്ന് അടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സ്വബോധം വേണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ ആഷ്പൂഷ് കളിച്ച് നടക്കണം ഒരു മനുഷ്യനായിരിക്കണം. ഞാൻ ഒരാളെയും വെളുപ്പിക്കാനോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പറയുമല്ല. അനുമോളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ 90 ദിവസവും സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു. കാരണം നമ്മളിത് കോമഡി സ്റ്റാറിൽ പോയിട്ട് അനുമോളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് അലിഗേഷൻസ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് പോയിട്ടും അനുമോൾ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അനുമോൾ ഈസ് എ ഫേക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റൂ. അനുമോൾ ഒരു ഫേക്ക് പേഴ്സണാലിറ്റിയാണ്. അനുമോൾക്ക് ഒരിക്കലും കറക്റ്റായിട്ടുള്ള ഒരു വേയിൽ ഒരാളിൻ്റെ കൂടെ ജീവിക്കാനൊക്കെ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം 10 ദിവസം കഴിഞ്ഞ് അയാൾ എന്തെങ്കിലും കാണിച്ചാൽ അനുമോളെ കാര്യം തിരക്കി പോവില്ലേ എന്നുള്ളതൊക്കെയാണ്. കാരണം അല്ലെങ്കിൽ അഭിനയിച്ച് നിൽക്കാൻ പറ്റൂല. ഇത് അഭിനയിച്ച് നിൽക്കുന്ന ഒരു ജീവിതമല്ല. ജീവിതം എന്ന് പറയുന്നതും ഇത് ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ അഭിനയിച്ചൊക്കെ 10 ദിവസമൊക്കെ നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അവനവൻ്റെ റിയൽ പേഴ്സണാലിറ്റിയാണ് വരുന്നത്.
അപ്പോൾ ഇത് ഷാനവാസിക്കായും കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഇവളെ എപ്പോഴും വന്നെന്ന് വീഡിയോ ഇടുന്നത്. ഞാൻ അതുകൊണ്ടല്ല, ഞാൻ ഒരുപാട് അയാളെക്കുറിച്ചുള്ള ഈ അനീഷേട്ടനെ ഒരുപാട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ വരുന്ന കാരണം. ഒരാളെയും ഡിഗ്രേഡ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. അയാൾ പ്യുവറാണ്, അയാൾ പ്യുവർ സോളാണ്, അയാൾ ജെനുവിനാണ്, അയാളൊരു പുരുഷനാണ്. അയാളുടെ ആ പുരുഷത്വം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാണ്. ആ പുരുഷൻ കൃത്യമായിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനോട് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അയാൾക്ക് വിവാഹത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. നോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ആ ചാപ്റ്റർ അവിടെ തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അനിമോളാണ് സകലമാന ആൾക്കാരുടെ അടുത്ത് അത് കൊട്ടിഘോഷിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് കൊട്ടിഘോഷിച്ച് രാവിലെ 9:10 നടന്ന സംഭവമാണ്. ഈ 9:10 മുതൽ രാത്രി 12:30 മണിക്കും അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ വാട്ട്? എന്തിന്? നമ്മളൊരു കാര്യം കഴിഞ്ഞു, അവിടെ പറഞ്ഞു, അത് കഴിഞ്ഞു, പിന്നീട് അതിനെ റെപ്പറ്റീഷൻ അല്ല, അതിനെ ഒരു കണ്ടന്റ് ആക്കിക്കൊണ്ട് നടക്കുകയാണ്. എന്തിനാണ് അങ്ങനെ കണ്ടന്റ് ആക്കിക്കൊണ്ട് നടക്കുന്നത്? താല്പര്യമില്ലെങ്കിൽ അത് വിടുക. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അത് താല്പര്യമുണ്ടെന്ന് പറയാം. പിന്നെ ആദിലയോട് ചോദിച്ചു ചെന്ന് പറയട്ടെടി, ഞാൻ പോയിട്ട് പറയട്ടെ അനിമോളെന്ന് വെച്ചാൽ പറഞ്ഞു. അത് പറയണ്ട, നീ പറയണ്ട. പിന്നെ അതുപോലെ തന്നെ ഷാനവാസിക്ക് ഇന്ന് പറയണ്ട, നാളെ പറഞ്ഞാൽ മതിയെന്ന്. അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരാൾക്കോട് ഇഷ്ടമുണ്ടെങ്കിൽ പറയണ്ട, അല്ലെങ്കിൽ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയുക, അവിടെ കളയുക. പിന്നെ അതിനുശേഷം അവർ പഴയതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അവന് താല്പര്യമുണ്ടെങ്കിൽ മിണ്ടട്ടെ. ഒരാളുടെ പുറകെ നടന്ന് പിന്നെ അതൊരു കണ്ടന്റ് ആക്കി എടുക്കണ്ട. ഇന്നലെ മുഴുവൻ ലൈവിൽ ഇത് തന്നെയാണ് കണ്ടത്. അവിടെ പോയിരുന്നു പറയുന്നു, ഇവിടെ പോയിരുന്നു പറയുന്നു, ആദിലിനെ വിളിക്കുന്നു, നൂറയെ വിളിക്കുന്നു, ആദിലെ നൂറെ ഒരുമിച്ച് വിളിക്കുന്നു, പിന്നീട് ഷാനവാസിനെ വിളിക്കുന്നു. അതൊരു വലിയ കണ്ടന്റ് ആക്കി എടുക്കുകയാണ്. അത് അനിമോൾ എപ്പോഴും പറയുന്നതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്ന കാശിന് വാങ്ങിക്കുന്ന പേയ്മെൻറ്റിന് കണ്ടന്റ് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാനാണ് ഒരാളുടെ ഇമോഷൻസ് വെച്ച് തമാശ കളിക്കുന്ന അനിമോളെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അനിമോളെ ഇഷ്ടമാണ്. പക്ഷേ ആരുടെ ആരുടെ തന്നെ ആയാലും ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ഒരാളിനെ നമുക്കൊരിക്കലും തമാശയായിട്ട് കരുതാനേ പറ്റില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി ശരിയല്ല. കാരണം കുഞ്ഞു കുട്ടികളൊന്നുമല്ല, 31 വയസ്സിനും അടുത്ത് ആവുന്ന ഒരാളാണ്. 31ാമത്തെ വയസ്സാണെന്നാണ് അനിമോൾ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് 31ാമത്തെ വയസ്സാണ്. 31ാമത്തെ വയസ്സെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ 11 വയസ്സിൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ് ഞാൻ. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അത് ചെറിയ കുഞ്ഞു കുട്ടികളൊന്നും അല്ല. അപ്പം ആ ഒരു ചിന്ത വേണം എല്ലാ മനുഷ്യർക്കെന്ന് പറഞ്ഞാൽ മനുഷ്യന് മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ച് കളിക്കാൻ പാടില്ല. എനിക്ക് അത്രയേ ഉള്ളൂ പറയുന്നത്. ഇപ്പോൾ അത് അനിമോളെ എനിക്ക് തേച്ചൊട്ടിച്ച് ഭിത്തിയിലൊട്ടിക്കാനൊന്നും അറിയാത്തതൊന്നുമല്ല. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, തേച്ചൊട്ടിച്ച് ഞാൻ ഭിത്തിയിലൊട്ടിക്കുകയും ചെയ്യും. പക്ഷേ അനിമോളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് പറ്റുന്നില്ല. അതാണ് കാര്യം. പിന്നെ നിവിനോട് പറഞ്ഞ കണക്ക് നിവിനോട് എപ്പോഴും എന്ന് പറയില്ല. ഇന്നലെ തന്നെ അനിമോൾ എക്സ്പോസ് ആയതല്ലേ. അനിമോൾ തീർച്ചയായിട്ടും എക്സ്പോസ്ഡ് ആയി. അനിമോളുടെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആയി. പിന്നെ അത് കണക്ക് അക്ബറിൻ്റെ അടുത്ത് സോറി പറഞ്ഞു. അക്ബറിനെയൊക്കെ അങ്ങനെ പറയേണ്ട ഒരാവശ്യമില്ല. എനിക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു. ദേഷ്യം വരുമ്പോൾ പറയേണ്ട കാര്യമാണോ അത്? ഒരു സമൂഹത്തിൽ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ ആണ്. മാന്യമായിട്ട് ജീവിക്കേണ്ട ആണുങ്ങളെ അങ്ങനെ പറയാൻ പാടില്ല. അവർ പുറകെ നടന്ന് ബസ്സിലെ പോലെ എന്നൊക്കെ പറയാൻ പാടില്ല. അത് തെറ്റാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞു, ശരിയാണ്. നമ്മളും ഒക്കെ പറഞ്ഞ് മൂക്കിടിച്ച് ചോര വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയി എന്ന് നമ്മൾ ന്യായീകരിച്ചു. അപ്പോൾ അത് സ്വന്തമായിട്ട് ഇന്നലെയും തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഇന്നലെ സോറി പറഞ്ഞപ്പോൾ അവിടെ അനിമോൾ എക്സ്പോസ്ഡ് ആയില്ലേ. അതുപോലെ ഈ ഒരു കാര്യം, ഒരു മനുഷ്യൻ അയാളുടെ പറഞ്ഞത് അയാൾ ജെനുവിനായിട്ട് പറഞ്ഞ കാര്യവും അനിമോളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് പുറത്തേക്ക് എക്സ്പോസ് ആയി. കാരണം അനിമോൾക്ക് ഓൾറെഡി നെഗറ്റീവ്സ് ആണ്. അനിമോൾ ഡിവോഴ്സി ആയിട്ടുള്ള ഒരാളുടെ കൂടെ ലവ് ആയിരുന്നു. ഡിവോഴ്സി ആയിട്ടൊരു കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ഒരാളുടെ കൂടെ ലവ് ആയിരുന്നു. അയാളാണ് ജീവിതം നശിപ്പിച്ചു എന്ന് പറയുന്നത്. അയാളാണ് ജീവിതം തൊലച്ചു എന്ന് പറയുന്നത്. അയാൾ കാരണം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, ആത്മഹത്യയുടെ വക്കീൽ വരെ എത്തിയെന്ന് പറഞ്ഞ ഒരാളാണ് അനിമോൾ. അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം തമാശയാണ് എങ്കിൽ ഒരിക്കലും എനിക്ക് അനിമോളെ ഇനി അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊരു തമാശയായിട്ട് എനിക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാണ് ഞാൻ. ഈ ഞാൻ ലാലേട്ടൻ്റെ പ്രൊമോ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും ഞാൻ ഒരു വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രൊമോ കണ്ടിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒരിക്കലും വീഡിയോ ഇടില്ല. പക്ഷേ എനിക്ക് എപ്പിസോഡ് കണ്ടതിന് ശേഷം എന്താണ് പിന്നീട് നടക്കുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അനിമോളെ കുറിച്ചിട്ട് ഞാൻ ഇനി വീഡിയോ ഈ ഒരു വിഷയം ഞാൻ ഇനി വീഡിയോ എടുത്തോളൂ. കാരണം പിന്നെ ഇനിയും അനീഷേട്ടനെ ഇതിൻ്റെ പേരിൽ ഇനിയും വലിച്ചു കീറുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഞാൻ എല്ലാവരും വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കും ഗൈസ്. കാരണം അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഒരുത്തിന് അത് ചോദിച്ചു, അയാളുടെ ഇഷ്ടം പറഞ്ഞു, അതൊന്നും ഒരിക്കലും തെറ്റല്ല, അത് കറക്റ്റാണ്. 100% അങ്ങനെ തന്നെ ചെയ്യണം. ഒളിച്ചു വെഞ്ഞിട്ട് പിന്നെ അകത്ത് നിന്ന് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു മറുപടിയുണ്ട്. അകത്ത് നിന്നല്ലാതെ ഒരു കാര്യം അയാൾക്ക് അവിടെ ചെന്നിട്ടാണ് അനിമോളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ട് അനിമോളോട് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം സത്യമാണോ ശരിയാണോ കറക്റ്റാണോ എന്ന് അവിടെ തന്നെ വെച്ചിട്ട് അറിഞ്ഞിട്ട് പുറത്തു പോകുക. ശരിയാണ്,
പറ്റുകയാണെങ്കിൽ പുറത്ത് പോയി ബാക്കിയുള്ള കാര്യം ചെയ്യുക. ശരിയല്ല, ആ ഇഷ്ടം തെറ്റായിരുന്നു എന്ന് തോന്നിയാൽ അവിടെ തന്നെ ഉപേക്ഷിച്ച് പോവുക. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പറ്റിയ കണക്ക് ദിൽഷാനെ പുറത്ത് വന്നിട്ട് അയ്യോ ദിൽഷ ഇഷ്ടപ്പെടും, എന്നെ ദിൽഷ കല്യാണം കഴിക്കും എന്ന് നമ്മൾ പ്രേക്ഷകരും ഡോക്ടറും വിചാരിച്ച കണക്കുള്ള ഒരു ഫേക്ക് ആവരുത്, അങ്ങനെ ഒരു അബദ്ധം അനീഷിന് പറ്റരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ ക്ലാരിഫൈ ചെയ്ത് താല്പര്യമില്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ കളഞ്ഞിട്ട് പോരുക. അവിടെ ക്ലാരിഫൈ ചെയ്ത് അവിടെ വെച്ച് താല്പര്യമുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ മുന്നോട്ട് പോവുക. അല്ലാതെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലെ പുറത്തിറങ്ങിയിട്ട് അയ്യോ ദിൽഷ തിരിച്ചു വരട്ടെ, ദിൽഷ വന്നിട്ട് നോക്കാം, അവരെ വീട്ടുകാരോട് സംസാരിച്ച് കാത്തിരിക്കേണ്ട ഒരാവശ്യകതയില്ല. പിന്നെ അനീഷിന് ഇതല്ലെങ്കിൽ നല്ലൊരു പെണ്ണ് പുറത്ത് എന്തായാലും ഉണ്ടാകും. കാരണം അയാളുടെ ക്യാരക്ടർ എല്ലാവർക്കും മനസ്സിലായി. അയാളൊരു പ്യുവർ സോളാണ്, അയാളൊരു മനുഷ്യനാണ്, അയാൾ പിന്നെ ഒരു വൃത്തികെട്ട ക്യാരക്ടറിന് ഉടമസ്ഥനല്ല. നമ്മൾ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള, നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന, കണ്ട ആൾക്കാരുടെ കൂടെ എല്ലാം കുണുങ്ങിയും ചിരിച്ചും നടക്കുന്ന ഫേക്കായിട്ടുള്ള ആഷ്പൂഷ് ഒരാളിനെ എനിക്ക് ഇഷ്ടമല്ല. സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, നമുക്ക് ചിലപ്പോൾ അവർക്ക് നമ്മളെ സ്നേഹം പുറമേ കാണിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല, പക്ഷേ അവർ നമ്മളെ കെയർ ചെയ്യുകയും നമ്മളോട് സിൻസിയർ ആയിട്ടുള്ള സ്നേഹമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരാളിനെ ആയിരിക്കണം സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് സക്സസ് ആകത്തുള്ളൂ. ആ ലൈഫാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുമോൾക്ക് അങ്ങനെ ഒരാളിനെ കിട്ടട്ടെ എന്ന് നമ്മൾ ഇഷ്ടം കൊണ്ടാണ് ആഗ്രഹിച്ചത്. അത് തെറ്റായി പോയെങ്കിൽ അങ്ങനെയുള്ള അനുമോളെ ഇഷ്ടപ്പെടുന്ന, തിരിച്ച് ഞാൻ പറയാം, അന്തം ഫാൻസ്, അനുമോളെ ഇഷ്ടപ്പെടുന്ന അന്തൻ ഫാൻസ് ക്ഷമിക്കുക. അനീഷിനെ ഇഷ്ടപ്പെടുന്ന അന്തൻ ഫാൻസ് ഞങ്ങളും, അപ്പോൾ എന്നെ അന്തം ഫാൻസ് എന്നാണ് വിളിക്കുന്നത്, അനീഷേട്ടൻ്റെ അന്തം ഫാനായ ഞാനെന്നാണ് പറയുന്നത്. അതെനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം അന്തം ഫാനോ PR എന്തു വേണമെങ്കിലും വിളിക്കാം. നമ്മൾ ന്യായത്തിൻ്റെ കൂടെ നിൽക്കും. 90 ദിവസവും ഞാൻ അനുമോൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരാളെന്ന നിലയിൽ എനിക്കിത് കാണുമ്പോൾ സങ്കടമുണ്ട്, ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പം തമാശ കാണിക്കാനുള്ള, ഒരു മനുഷ്യൻ്റെ ഇമോഷൻസ് ഒരിക്കലും തമാശ കാണിച്ച് കളിക്കാനുള്ളതല്ല അനുമോളെ. ഇനിയെങ്കിലും ഈ 31ാമത്തെ വയസ്സെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കുക. പറഞ്ഞു തരാൻ മാതാപിതാക്കളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ, കാരണം അവർ അനുമോളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന പ്രേക്ഷകർ പറഞ്ഞു തരുവാണ്, 31ാമത്തെ വയസ്സിലെങ്കിലും ഇനിയും ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ഇമോഷൻസ് വെച്ച് കളിക്കാൻ നിൽക്കല്ലേ. ഇത് ഡ്രാമയും ഞാൻ ഡ്രാമ ചെയ്യുന്ന ഒരാളാണ്. ഒരു നാടകം എന്ന് പറയുന്നതും ഒരു സിനിമ എന്ന് പറയുന്നതും ഒരു സീരിയൽ എന്ന് പറയുന്നതും നമ്മുടെ ചോറാണ്, നമ്മുടെ അഭിനയമാണ്. അവിടെ അഭിനയം കളയുക. ആ അഭിനയം അവിടെ കളഞ്ഞിട്ട് വേണം നമ്മൾ തിരിച്ച് ലൈഫിലേക്ക്, നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരാൻ. അല്ലെങ്കിൽ നമുക്ക് ഇതേ കണക്കുള്ള ഒരുപാട്, നമ്മുടെ ജീവിതം ഒരിക്കലും ശരിയാവില്ല. നമ്മൾ റിയൽ ലൈഫിലും അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒരിക്കലും ശരിയാവില്ല. നമ്മൾ അതെല്ലാം എടുത്തു കളഞ്ഞാൽ അത് നമ്മുടെ ജോലി മാത്രമാണ്. ആ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് അരി വാങ്ങിക്കാനുള്ള, കാശ് കിട്ടാനുള്ള ജോലി മാത്രമാണ്. അല്ലാണ്ട് നമ്മളത് റിയൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ ചോദിക്കും ഇതൊരു ഷോ അല്ലേ എന്ന്. അവരുടെ ചേച്ചി ഇരുന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് അതൊരു ഷോ അല്ലേ, അവിടെ തമാശ കാണിച്ചാണ്. ഇതൊരു റിയാലിറ്റി ഷോയാണ്, അത് മനസ്സിലാക്കുക. ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല, ഇതൊരു റിയാലിറ്റി ഷോയാണ്. ആ ഒരു റിയാലിറ്റി ഷോയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 1 മണിക്കൂർ കോമഡി സ്റ്റാറിലോ അല്ലെങ്കിൽ അങ്ങനെ കോമഡി സ്കിറ്റ് അവതരിപ്പിക്കുന്ന കണക്കൊരു സംഭവമല്ല. 24/7 നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ഒരു ദിവസമല്ല 100 ദിവസം നിങ്ങളെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. ജനങ്ങളുടെ വിലയിരുത്തൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ നെഗറ്റീവ് ആവുന്നത്. ഇവിടെ രേണുസുതി പോയി, രേണുസുതി അവിടെ പോയിട്ട് പോസിറ്റീവായിട്ട് ജോലിയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും രേണുസുതി ഇവിടെ കിടന്ന് അട്ടഹസിക്കുന്ന കണക്കുള്ളൊരു സംഭവമല്ല. അവിടെ പോയിട്ട് രേണുസുതി പോസിറ്റീവായിട്ടാണ് ഇറങ്ങി വന്ന് പോരും. നോക്കി തലയിൽ പേനുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അതൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ രേണുസുതിയുടെ ബിഹേവിയർ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരോടും ദേഷ്യപ്പെടാത്ത, എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരു രേണുസുതിയാണ് എനിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാൻ കഴിഞ്ഞത്. അതാണ് ഒരു മനുഷ്യൻ നെഗറ്റീവായിട്ട് പോകുന്ന ഒരാൾ പോസിറ്റീവായിട്ട് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് 10 ദിവസമേ ഉള്ളെങ്കിൽ നമുക്ക് നല്ലത് പറയുക. നാളെ നമ്മൾ ചത്തുകൊണ്ട മനുഷ്യരല്ലേ. നമ്മൾ എന്തിനാണ് ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് ജീവിക്കുന്നത്? നമ്മൾ ഫേക്ക് ആവുന്നതിന് തുല്യം നമ്മൾ ഇല്ലാണ്ടാവുന്നതല്ലേ. അപ്പം നമ്മൾ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് അനുമോളെടുത്തായാലും അനുമോളുടെ ഫാൻസിനോടായാലും ചോദിക്കാനുള്ളത്. ഞാനും അനുമോളുടെ ഫാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് സ്വയം ഞാൻ വിലയിരുത്തുവാണ്. നമ്മൾ ഒരു ദിവസമേ ജീവിച്ചോളെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ മോശമായിട്ട് ജീവിക്കാതിരിക്കുക, മീൻസ് ഫേക്കായിട്ട് ജീവിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഷോയിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുന്നിലേക്ക് എക്സ്പോസ് ആവുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പോസ് ആവുമ്പോൾ നമ്മൾ എന്താണ് എന്ന് മറ്റുള്ളവർക്ക് വിലയിരുത്താനുള്ള സമയമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മാനമര്യാദക്ക് മുന്നോട്ട് പോവുക. ഇതുവരെ ഞാൻ കാണിച്ചതൊക്കെ വൃത്തികേടായിരിക്കാം, നാളെയും ഞാൻ അത് തന്നെ കാണിക്കണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ഇവിടെയും കൊണ്ടുവന്ന് കാണിക്കുന്ന ഇവിടെ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് വരുന്നവരൊക്കെ ബായ്.